ഹലോ മൈഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മൈൻഡ് ക്ലെൻസിങ് ലെറ്ററാണ്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള NLP ടെക്നിക്കാണ് ഇതുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കറണ്ട് പ്രോബ്ലം എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കറണ്ട് സിറ്റുവേഷനിൽ നിൽക്കുമായിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ മനസ്സിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പറയാം. നിങ്ങളൊരു ഷീറ്റ് പേപ്പർ, എല്ലാ ദിവസവും കുറച്ച് പേപ്പർ എടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. അപ്പം പേപ്പർ എടുത്ത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന ടൈമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇതൊക്കെ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഇമോഷൻസ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ വരും. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയത്തില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കേസാണ്, പച്ചക്കറി അരി കാണാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഓൾഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി നമ്മൾ എന്തെങ്കിലും പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം, എനിവേ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം നമുക്കൊരു 70,000 ചിന്തകളോളം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചിന്തകൾ 70,000 ചിന്തകൾ എന്ന് പറയുന്ന ടൈമിൽ, അതായത് ഒരു കാര്യം തന്നെ ചിലപ്പോൾ നമ്മൾ 5-6 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഓർത്തോണ്ടേ ഇരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നതിനൊക്കെ നമ്മൾ ഒന്ന് അവെയർ ചെയ്തിരിക്കണം ഇനി മുതൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷീറ്റ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനാണ്, എന്ത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കറൻലി അലട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് കരിയർ ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് മണി ആയിരിക്കാം, ചിലരെ എനിത്തിങ് എന്തും ആയിക്കോട്ടെ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ വികാരങ്ങളും ഒരു പാസ്റ്റ് എന്നോ പ്രസൻറ്റ് എന്നോ ഒന്നും നോക്കാതെ അതായത് നിങ്ങൾ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ മേ ബി നിങ്ങൾക്കൊന്നും കിട്ടണമെന്നില്ല, മനസ്സിലായോ. പക്ഷേ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ദൈവം ഇത് തീരുന്നില്ലല്ലോ എന്നിട്ടുള്ള രീതിയിലേക്ക് മേ ബി വരാം. ആദ്യത്തെ 2-3 ദിവസത്തേക്കൊക്കെ ഇത് ഭയങ്കര ചെയ്തങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അതുവരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരുന്ന നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇതങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങും, മൊത്തത്തിലാണ് പൊട്ടാൻ തുടങ്ങുന്നത്. എഴുതുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ ദ്രോഹിച്ച കാര്യങ്ങളും എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളാണോ ഇതുവരെ അടിഞ്ഞു കൂടിയിട്ടിരിക്കുന്നത് അത് മൊത്തം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ട് പോയതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചതിച്ചിട്ടുള്ളതായിരിക്കാം, ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ പൈസ കളിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന വിഷമങ്ങളും നിങ്ങൾ ഇതുവരെ ആരോടും പറയാതിരുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് വേണമെങ്കിൽ ഒരു പേപ്പറോ 2 പേപ്പറോ 3 പേപ്പറോ അത് അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാം. ചിലരെ സംബന്ധിച്ചിട്ട് ഒന്നും എഴുതാൻ കിട്ടുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഡെയിലി ഒരു ജോലി ചെയ്യുന്ന ടൈമിലായിരിക്കും ഇന്ന ആൾക്കാർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇന്ന ആൾക്കാർ എന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പം ചില ആൾക്കാരോട് എന്തൊക്കെ പറഞ്ഞാലും പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ കാണത്തില്ലേ. ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്മളെ പരിഹസിച്ചതാവാം, നമ്മളെ ചിലപ്പം ഒന്നും ഇല്ലാത്തവനെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി എന്തെങ്കിലും ആൾക്കാർ കഴിവില്ലാത്തവനെന്നോ, നീളം കുറഞ്ഞവനെന്നോ, നീളം കൂടിയവനെന്നോ, മുടി ഇല്ലാത്തവനെന്നോ, മുടി ഉള്ളവളെന്നോ, പിന്നെ അല്ലെങ്കിൽ നീ ഭയങ്കര തടിച്ചിയാണെന്നോ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഈ കിടക്കുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് എഴുതി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സംഭവം അതിനങ്ങ് എന്താണ് തോന്നുന്നത് എഴുതി പിടിപ്പിക്കുക. അത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ പണ്ടൊക്കെ പറയത്തില്ലേ, പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വലിയ പ്രശ്നം വരത്തില്ല. ചില ആൾക്കാർ ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ ആ പ്രശ്നവും തീരും. പക്ഷേ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പലരോടും ചിലപ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണും അല്ലേ. അതായത് ചില വ്യക്തികളോട് നമുക്ക് സാഹചര്യം അനുസരിച്ച് നമ്മുടെ മനസ്സിൽ അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും പലയിടത്തും നമ്മൾ അടിച്ചമർത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദുഃഖം അടിച്ചമർത്തി സാഹചര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാണും. അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇമോഷനായിട്ട് അടിഞ്ഞുകൂടി ഇതൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യ ദിവസം എഴുതി നിങ്ങൾ ഇത് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ എപ്പം നിങ്ങൾക്ക് മതി നിങ്ങളുടെ മനസ്സ് തോന്നുന്നുണ്ടോ ആ ദിവസം പിന്നെ നിങ്ങൾ ചെയ്യുക. അത്ര ഉണ്ടായി. ഇനി അതിനുശേഷം ഈ ഒരു പേപ്പർ കൊണ്ടുകൊണ്ട് വായിക്കാനൊന്നും പോകരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ ആൾക്കാരൊക്കെ പറയും ഇങ്ങോട്ട് മടക്കരുതെന്നൊക്കെ പറയും, അത് അങ്ങോട്ട് മടക്കാം എന്നിട്ടുള്ള രീതിയിലൊക്കെ പറയും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഒരു അന്ധവിശ്വാസങ്ങളാണ്. ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ ബേൺ ചെയ്ത് കളയുക, പൂർണ്ണമായിട്ടും കത്തിച്ച് കളയുക. നിങ്ങൾ അടുപ്പം അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പോ നേരത്തേക്കോ നമ്മൾ ഇതൊന്നും ചെയ്യരുത്. കാരണം ആ ഒരു ടൈം നമുക്ക് ഇതെല്ലാം ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരിക്കാൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ
മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് കത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പിന്നെ എന്താണ് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കും ഇതുകൊണ്ട് എനിക്ക് അതായത് നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആയി റിലാക്സ്ഡ് ആവും 100% ഷുവറാണ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. പെട്ടെന്ന് നിങ്ങൾ മൈൻഡ് അങ്ങോട്ട് ഓക്കെ ആവാൻ ഇച്ചിരി ടൈം എടുക്കും. കാര്യം നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ടൈം ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല ഒരു പെട്ടെന്ന് പോയിട്ട് കിടക്കുകയൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവാൻ നല്ല ഒരു ടയേർഡ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ശുദ്ധ ജലം നിങ്ങൾ അതിന് ശേഷം കുടിച്ചിരിക്കണം. പിന്നെ അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, അതായത് നിങ്ങൾ ഈ പറയുന്നതിന് ശേഷം നല്ലൊരു പാട്ട്, നല്ലൊരു സൂപ്പറായിട്ടുള്ള റൊമാൻറ്റിക് സോങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഭജനോ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കി കൊണ്ടുവരണം. കാര്യം ഓൾറെഡി നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നത്തില്ലേ ആ ഹീലാവാൻ, അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളുടെ മൈൻഡിനെ ഹീലാക്കുന്ന ടൈമിൽ ഇത് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഒരു നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുന്ന ടൈമിൽ നിങ്ങളുടെ കുറേ ബ്ലോക്സുകൾ മാറാൻ തുടങ്ങും. മിണ്ടാതിരിക്കുന്നവർ നിങ്ങളെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ജോബൊക്കെ എന്തൊക്കെ മീൻസ് മെൻ്റലി ഉള്ള ബ്ലോക്കുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ തുടങ്ങും. ആൾക്കാരോടും എല്ലാം നമുക്കൊരു പൊതുവെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം പല മെത്തേഡ്സുകൾ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. കാര്യം പല ആൾക്കാരോട് നമുക്ക് മേ ബി റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഉള്ളിൽ ആർക്കാണ് പ്രശ്നം വരുന്നത്? നമ്മൾക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ എടുത്ത് കളയുന്നു. ദാറ്റ്സ് ഓൾ. നമ്മളുടെ പാത്രം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറയുന്ന ആ 2 കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒരു കാരണവശാലും വീട്ടിൽ ആൾക്കാരുള്ള ടൈമിൽ ചെയ്യരുത്. കാര്യം അവർ എന്തിനാണ് ഇരുന്ന് കരയുന്നതെന്നൊക്കെ വിചാരിക്കും. 2, 3, 4 ദിവസം എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഇത് ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നത്? ആദ്യത്തെ പ്രാവശ്യം മേ ബി നിങ്ങൾ ചെയ്ത് ആ ഒരു കുറച്ച് 80% ആയിരിക്കും, അല്ലെങ്കിൽ 20% ആയിരിക്കും റിലീവ്, അതായത് നിങ്ങളത് റിലാക്സ് ആയിരിക്കുന്നത്. ഇനി ഓരോ ദിവസവും ചെയ്യുന്തോറും നിങ്ങളുടെ ആ ഒരു കൗണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ വിഷമവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യുവോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു അത്യാവശ്യം ഓക്കെ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും സൂപ്പർ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഒരു NLP മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നന്മകളും നേരുന്നു. താങ്ക്